മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥി ആകുമെന്ന അഭ്യൂഹത്തിനിടെ പാണക്കാട് സാദിഖലി തങ്ങളെ സന്ദർശിച്ച് സുരേഷ്. പാണക്കാട് ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്നും അനുഗ്രഹം തേടിയാണ് എത്തിയതെന്നും സുരേഷ് പ്രതികരിച്ചു. മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം UDF നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേഷ് പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൊടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിലൊന്ന് കയറണം, അനുഗ്രഹം വാങ്ങണമെന്ന്. ഇന്നാണ് അത് സാധിച്ചത്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇത് തികച്ചും ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റും ഒരു അനുഗ്രഹം വാങ്ങലും കൂടിയാണ്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്. മലമ്പുഴയുമായി സുരേഷിനുള്ളത് പൊക്കിൾക്കൊടി ബന്ധമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മലമ്പുഴ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊക്കിൾക്കൊടി ബന്ധമായിരിക്കും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം VSൻ്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം, അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, നേതാക്കളെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മലമ്പുഴയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഈ സ്ഥാനാർത്ഥി എന്ന വാക്ക് ഉച്ചരിച്ചില്ല എങ്കിൽ കൂടി അത് സാന്നിധ്യം എന്ന് പറയുന്നതിലൂടെ സുരേഷ് തന്നെ മലമ്പുഴയിൽ വരികയാണ്. തീർച്ചയായും രുചീഷ്, അത് തന്നെയാണ്. സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് നേരത്തെ തന്നെ UDFൻ്റെ ഭാഗത്തു നിന്നും ചില അത്തരം അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു വന്നാണ്. അങ്ങനെ ഒരു മത്സരിക്കാം എന്നുള്ളൊരു ഉറപ്പ് താൻ UDFന് നൽകിയിട്ടുണ്ട്. പക്ഷേ തീരുമാനിക്കേണ്ടത് UDF എന്നാണ് സുരേഷ് ഇന്ന് പ്രതികരിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് പാണക്കാടെത്തി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തി PK കുഞ്ഞാലിക്കുട്ടിയെയും നേരിൽ കണ്ട് ആണ് ഇന്ന് സുരേഷ് ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. അതിൽ പാണക്കാട് എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. കൊടപ്പനക്കൽ തറവാട് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടെ എത്തി അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് മാത്രമാണ് തൻ്റെ ഉദ്ദേശം. മറ്റു വിധത്തിൽ മത്സരിക്കണമോ എന്നുള്ളതെല്ലാം UDF ആണ് തീരുമാനിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുക കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്തായാലും സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് ഒരു വ്യക്തത കൂടിയാണ് ഇന്ന് ലീഗിൻ്റെ നേതൃത്വത്തിൽ ലീഗ് നേതാക്കളെ ഇവിടെ വന്ന് കാണുന്നതോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. രുചീഷ്. ശരി ശാന്തകുമാർ.